ഹലോ എവ്രി വൺ, വെൽക്കം ടു മാത്ത് മാജിക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 3.3യിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് പ്രസ് ദി ബെൽ ബട്ടൺ ഫോർ ദി നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ടേക്ക് കിടക്കാം അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, consider the following parallelograms. Find the values of the unknown x, y and z. അപ്പോൾ 5 പാരലലോഗ്രാംസ് ആണുള്ളത്. അപ്പോൾ അതിൽ എക്സ് വൈ ആൻഡ് സെഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തേത് നമുക്ക് നോക്കാം. ആദ്യത്തെ പാരലലോഗ്രാം ഇതാണ്. പാരലലോഗ്രാം എ ബി സി ഡി. ഇതിൽ കാണുന്നില്ലേ, ഒരു ആംഗിൾ 100 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെ ബാക്കി എക്സ് വൈ ആൻഡ് സെഡ് എന്നാണുള്ളത്. അപ്പോൾ ഈ എക്സ് വൈ സെഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ആംഗിൾ ബി ആണ് 100 ഡിഗ്രി തന്നിട്ടുള്ളത്. ആംഗിൾ ബിക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിളാണ് ഏത്? ആംഗിൾ ഡി. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, പാരലലോഗ്രാംസിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. നമ്മൾ പാരലലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ നമുക്ക് കിട്ടി ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എത്രയാണ്? 100 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കത് എഴുതാം. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി. ബ്രാക്കറ്റിൽ നമുക്ക് പ്രോപ്പർട്ടി എഴുതാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആംഗിൾ ബി. ആംഗിൾ ബി എത്രയാണ്? 100 ഡിഗ്രി അല്ലേ. അപ്പോൾ 100 ഡിഗ്രി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എന്ന് പറയുന്നത് വൈ. അപ്പോൾ നമുക്ക് കിട്ടി വൈ ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. ഓക്കെ, വൈ ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. ഇനി നമുക്ക് നെക്സ്റ്റ് ആംഗിൾ നോക്കാം. ഇവിടെ നോക്കിയാൽ ആംഗിൾ ബിയും ആംഗിൾ സിയും എന്താണ്? അഡ്ജസൻ്റ് ആംഗിൾസ് ആണ്. അതുപോലെ ആംഗിൾ ബിയും ആംഗിൾ എയും അഡ്ജസൻ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്കറിയാം, പാരലലോഗ്രാമിൽ അഡ്ജസൻ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. അതായത് അഡ്ജസൻ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നെക്സ്റ്റ് ആംഗിൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെടുക്കാം? ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ബ്രാക്കറ്റിൽ പ്രോപ്പർട്ടി എഴുതാം. അഡ്ജസൻറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ ബി എത്രയാണ് എഴുതാം? ആംഗിൾ ബി 100 ഡിഗ്രി പ്ലസ് ആംഗിൾ സി എക്സ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ എക്സ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി ഈക്വൽ ടു 180 മൈനസ് 100 80 ഡിഗ്രി. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി. എക്സ് ഈക്വൽ ടു 80 ഡിഗ്രി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സെഡ്. അപ്പോൾ സെഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ ആംഗിൾ സിയും ആംഗിൾ എയും എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്കറിയാം, പാരലലോഗ്രാമിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ നമുക്ക് എക്സ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് 80 ഡിഗ്രി എന്ന്. അപ്പോൾ സെഡും എന്തായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെഴുതാം. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ എ. ബ്രാക്കറ്റിൽ പ്രോപ്പർട്ടി എഴുതാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നത് 80 ഡിഗ്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 80 ഡിഗ്രി ഈക്വൽ ടു ആംഗിൾ എ സെഡ്. അപ്പോൾ നമുക്ക് കിട്ടി സെഡ് ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പോൾ നമുക്ക് 3 ആംഗിൾസും കിട്ടി. വൈ ഈക്വൽ ടു 100 ഡിഗ്രി, എക്സ് ഈക്വൽ ടു 80 ഡിഗ്രി ആൻഡ് സെഡ് ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പോൾ ഫസ്റ്റ് വൺ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. നെക്സ്റ്റ് സെക്കൻഡ് വൺ, ഇതാണ് രണ്ടാമത്തെ പാരലലോഗ്രാം. ഇതിൽ എക്സ് വൈ ആൻഡ് സെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയും ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 50 ഡിഗ്രി. ഇനി നമുക്ക് ആദ്യം എക്സ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ 50 ഡിഗ്രിയും എക്സും എന്താണ്? അഡ്ജസൻ്റ് ആംഗിൾസ് ആണല്ലേ. അപ്പോൾ നമുക്കറിയാം, പാരലലോഗ്രാമിൽ അഡ്ജസൻ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 50 ഡിഗ്രി പ്ലസ് എക്സ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കത് എഴുതാം. 50 ഡിഗ്രി പ്ലസ് എക്സ് ഈക്വൽ ടു 180 ഡിഗ്രി. ബ്രാക്കറ്റിൽ പ്രോപ്പർട്ടി എഴുതാം. അഡ്ജസൻറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി.
ഓക്കെ, ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി ഈക്വൽ ടു 180 മൈനസ് 50 130 ഡിഗ്രി 130 ഡിഗ്രി. അപ്പോൾ നമുക്ക് കിട്ടി എക്സ് ഈക്വൽ ടു 130 ഡിഗ്രി. ഓക്കെ, എക്സ് ഈക്വൽ ടു 130 ഡിഗ്രി. ഇനി നെക്സ്റ്റ് നമുക്ക് ഏത് കണ്ടുപിടിക്കാം? വൈ നോക്കാം. ഇവിടെ എക്സും വൈയും എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം പാരലലോഗ്രാമിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെഴുതാം. എക്സ് ഈക്വൽ ടു വൈ. പ്രോപ്പർട്ടി എഴുതാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ നമുക്ക് എക്സ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് 130 ഡിഗ്രി. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 130 ഡിഗ്രി ഈക്വൽ ടു വൈ. അപ്പോൾ ഇവിടെ നമുക്ക് വൈയും കിട്ടി. വൈ ഈസ് ഈക്വൽ ടു 130 ഡിഗ്രി. ഇനി നെക്സ്റ്റ് ഉള്ളത് സെഡ് ആണല്ലേ? അപ്പോൾ നമുക്ക് സെഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കൽ നോക്കാം. ഇവിടെ നമുക്കറിയാം ഈ രണ്ട് ലൈൻസ് പാരലലാണ്. ആ പാരലൽ ലൈൻസിൻ്റെ ട്രാൻസ്വേഴ്സിലാണ് ഈ ലൈൻ വരുന്നത്. അപ്പോഴുള്ള കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് എക്സ് ആൻഡ് സെഡ്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു സെഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി എക്സ് ഈക്വൽ ടു സെഡ്. റീസൺ കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ നമുക്ക് എക്സ് എത്രയാണെന്ന് അറിയാം, 130 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി 130 ഡിഗ്രി ഈക്വൽ ടു സെഡ്. അപ്പോൾ സെഡ് ഈക്വൽ ടു 130 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം സെഡ് ഈക്വൽ ടു 130 ഡിഗ്രി. അപ്പോൾ നമുക്ക് 3 ആംഗിൾസും കിട്ടി, എക്സ് വൈ ആൻഡ് സെഡ്. എക്സ് ഈക്വൽ ടു 130 ഡിഗ്രി, വൈ ഈക്വൽ ടു 130 ഡിഗ്രി ആൻഡ് സെഡ് ഈക്വൽ ടു 130 ഡിഗ്രി. നെക്സ്റ്റ് തേർഡ് വൺ. ഇതാണ് മൂന്നാമത്തെ പാരലലോഗ്രാം. പാരലലോഗ്രാം എ ബി സി ഡി. എക്സ് വൈ ആൻഡ് സെഡ് ഈ 3 ആംഗിൾസാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽസ് വരച്ചിട്ടുണ്ട്. പിന്നെ ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴുള്ള ആംഗിൾ ഇവിടെ 90 ഡിഗ്രി ആണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? എക്സ് എന്ന് പറയുന്നതും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? കാരണം എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കിട്ടി എക്സ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ആദ്യം നമുക്കത് എഴുതാം. എക്സ് ഈക്വൽ ടു 90 ഡിഗ്രി വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വൈ നോക്കാം. ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് നമുക്ക് O എന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ ട്രയാങ്കിൾ ഒ ബി സി കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ഒ ബി സിയിൽ എക്സ് എന്ന് പറയുന്നത് നമുക്ക് 90 ഡിഗ്രി കിട്ടി, പിന്നെ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെ വൈ എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് വൈ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എഴുതാം. ഇൻ ട്രയാങ്കിൾ ഒ ബി സി 90 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി പ്ലസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി. ബ്രാക്കറ്റിൽ ആംഗിൾ സം പ്രോപ്പർട്ടി. ഇനി 90 പ്ലസ് 30 എത്ര വരും? 120 ഡിഗ്രി. 120 ഡിഗ്രി പ്ലസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി. വൈ ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി ഈക്വൽ ടു 180 മൈനസ് 120 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടി. വൈ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് സെഡ്. നെക്സ്റ്റ് സെഡ് എത്രയാണെന്ന് നോക്കാം. ഇവിടെ എ ഡി ബി സി എന്താണ്? പാരലൽ ലൈൻസ് ആണ്. അതായത് പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് എ ഡിയും ബി സിയും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. എ സി എന്ന് പറയുന്നത് എ ഡിയുടെയും ബി സിയുടെയും ട്രാൻസ്വേഴ്സിലായിട്ടാണ് വരുന്നത്. ഡയഗണൽ എ സി എന്ന് പറയുന്നത് എ ഡിയുടെയും ബി സിയുടെയും ട്രാൻസ്വേഴ്സിലായിട്ടാണ് വരുന്നത്. അപ്പോഴുണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഏതൊക്കെ? സെഡ് ആൻഡ് വൈ. ഓക്കെ, സെഡ് ആൻഡ് വൈ ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതുകൊണ്ട് സെഡ് ഈക്വൽ ടു വൈ ആയിരിക്കും. ഓക്കെ, വൈ ഈക്വൽ ടു സെഡ് ബ്രാക്കറ്റിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ്.
അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 60 ഡിഗ്രി. അപ്പോൾ 60 ഡിഗ്രി ഈക്വൽ ടു Z. അപ്പോൾ നമുക്ക് സെഡിൻ്റെ വാല്യൂയും കിട്ടി, Z ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ 3 ആംഗിൾസും കിട്ടി. X ഈക്വൽ ടു 90 ഡിഗ്രി, Y ഈക്വൽ ടു 60 ഡിഗ്രി ആൻഡ് Z ഈക്വൽ ടു 60 ഡിഗ്രി. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇതാണ് നാലാമത്തെ പാരലലോഗ്രാം. പാരലലോഗ്രാം PQRS. അപ്പോൾ ഇതിൽ 80 ഡിഗ്രി ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. പിന്നെ X, Y ആൻഡ് Z നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് X നോക്കാം. ഇവിടെ ആംഗിൾ Pയും ആംഗിൾ Q എന്താണ്? അഡ്ജസൻറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്കറിയാം പാരലലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. അപ്പോൾ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് X കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഴുതാം ആംഗിൾ Q പ്ലസ് ആംഗിൾ P ഈക്വൽ ടു 180 ഡിഗ്രി. പ്രോപ്പർട്ടി ബ്രാക്കറ്റിൽ എഴുതാം adjacent angles are supplementary. അപ്പോൾ ആംഗിൾ Q എന്ന് പറയുന്നത് 80 ഡിഗ്രി. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 80 ഡിഗ്രി പ്ലസ് ആംഗിൾ P X ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ X ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി ഈക്വൽ ടു 180 മൈനസ് 80 100 ഡിഗ്രി. അപ്പോൾ നമുക്ക് കിട്ടി X ഈക്വൽ ടു 100 ഡിഗ്രി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? Y കണ്ടുപിടിക്കാം. എങ്ങനെ? ആംഗിൾ Qവും ആംഗിൾ Sഉം എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ പാരലലോഗ്രാമിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതുകൊണ്ട് തന്നെ Y എന്ന് പറയുന്നത് 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആംഗിൾ Q ഈക്വൽ ടു ആംഗിൾ S, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ആംഗിൾ Q ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പോൾ 80 ഡിഗ്രി ഈസ് ഈക്വൽ ടു ആംഗിൾ എസ് Y. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടി. Y ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് Z എത്രയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ PS ആൻഡ് QR ഈ 2 സൈഡ്സ് എന്താണ്? പാരലൽ സൈഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ PS പാരലൽ QR. അപ്പോൾ ഈ 2 പാരലൽ ലൈൻസിൻ്റെ ട്രാൻസ്വേഴ്സിലായിട്ടാണ് S വരുന്നത്. അപ്പോഴുള്ള ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഏതൊക്കെ? Y ആൻഡ് Z. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, അതുകൊണ്ട് Y ഈക്വൽ ടു Z ബ്രാക്കറ്റിൽ എഴുതാം ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പോൾ Yയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 80 ഡിഗ്രി. അപ്പോൾ 80 ഡിഗ്രി ഈക്വൽ ടു Z. അതുകൊണ്ട് നമുക്ക് Zഉം കിട്ടി. Z ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പോൾ നമുക്ക് 3 ആംഗിൾസും കിട്ടി. X ഈക്വൽ ടു 100 ഡിഗ്രി, Y ഈക്വൽ ടു 80 ഡിഗ്രി ആൻഡ് Z ഈക്വൽ ടു 80 ഡിഗ്രി. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ. ഇതാണ് അഞ്ചാമത്തെ പാരലലോഗ്രാം. പാരലലോഗ്രാം ABCD. X, Y ആൻഡ് Z നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ആംഗിൾ B 112 ഡിഗ്രി തന്നിട്ടുണ്ട്. നമുക്കറിയാലോ ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ D ആയിരിക്കും. കാരണം പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ D. ബ്രാക്കറ്റിൽ പ്രോപ്പർട്ടി എഴുതാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ആംഗിൾ B എന്ന് പറയുന്നത് 112 ഡിഗ്രി ഈക്വൽ ടു ആംഗിൾ DY. അപ്പോൾ നമുക്ക് Yയുടെ വാല്യൂ കിട്ടി. Y ഈസ് ഈക്വൽ ടു 112 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്ത് നോക്കാം. X നോക്കാം. അതെങ്ങനെ നോക്കാം? നമുക്ക് ഏത് ആംഗിൾ കൺസിഡർ ചെയ്യാം? ആംഗിൾ ACD. ഓക്കെ, ആംഗിൾ ACD. അതിൽ 40 ഡിഗ്രി ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. Y നമുക്ക് 112 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് X കണ്ടുപിടിക്കണം. ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് X കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എഴുതാം ഇൻ ട്രയാങ്കിൾ ACD 40 ഡിഗ്രി പ്ലസ് 112 ഡിഗ്രി പ്ലസ് X ഈക്വൽ ടു 180 ഡിഗ്രി. ബ്രാക്കറ്റിൽ ആംഗിൾ സം പ്രോപ്പർട്ടി. ഇനി 40 ഡിഗ്രി പ്ലസ് 112 ഡിഗ്രി എത്ര വരും? 152 ഡിഗ്രി പ്ലസ് X ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ X ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 152 ഡിഗ്രി.
ഈക്വൽ ടു 28 ഡിഗ്രി. അപ്പോൾ നമുക്ക് കിട്ടി എക്സ് ഈക്വൽ ടു 28 ഡിഗ്രി. അപ്പോൾ നമുക്ക് എക്സ് വൈയും കിട്ടി. ഇനി നമുക്ക് സെഡ് എത്രയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കറിയാം എ ബി പാരലൽ സി ഡി, ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം. അപ്പോൾ ഡയഗണൽ എ സി എന്ന് പറയുന്നത് ഈ രണ്ട് പാരലൽ ലൈൻസിൻ്റെ ട്രാൻസ്വേഴ്സലായിട്ടാണ് വരുന്നത്. അപ്പോഴുള്ള ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് എക്സ് ആൻഡ് സെഡ്. ഓക്കെ, എക്സ് ആൻഡ് സെഡ് ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി എക്സ് ഈക്വൽ ടു സെഡ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 28 ഡിഗ്രി. 28 ഡിഗ്രി ഈക്വൽ ടു സെഡ്. അപ്പോൾ നമുക്ക് സെഡിൻ്റെ വാല്യൂയും കിട്ടി, സെഡ് ഈക്വൽ ടു 28 ഡിഗ്രി. അപ്പോൾ നമുക്ക് 3 ആംഗിൾസും കിട്ടി. y ഈക്വൽ ടു 112 ഡിഗ്രി, എക്സ് ഈക്വൽ ടു 28 ഡിഗ്രി ആൻഡ് സെഡ് ഈക്വൽ ടു 28 ഡിഗ്രി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും ഒക്കെ കമൻസായി അറിയിക്കണേ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് പ്രസ് ദി ബെൽ ബട്ടൺ ഫോർ ദി നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.